സൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് പ്രതിപാദിക്കുന്ന ചതുർത്ഥ സ്കന്ധം ആരംഭിക്കുമ്പോൾ വിതുരൻ എങ്ങനെയാണ് ശ്രേയസ്സായിട്ടുള്ള തന്റെ ഗൃഹം ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? എങ്ങനെ വിതുരന്റെ ഗൃഹം ഇത്രയധികം ശ്രേയസ്സായി തീർന്നത്? അതിലേറെ കേമാവില്യ ഭീഷ്മരുടെയും ധൃതരാഷ്ട്രരുടെയും ദുര്യോധനന്റെയും ഒക്കെ ഗൃഹങ്ങള് ഹസ്തിനപുരത്തില് എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഹസ്തിനപുരത്തിൽ ഇവരൊക്കെ കാണാൻ വരുമ്പോ തങ്ങളത് വിതുരന്റെ വീട്ടിലാണെന്നാണ്. വിതുരന്റെ ആതിഥ്യം സ്വീകരിക്കുകയാണ് എന്നും ഭഗവാൻ ഇഷ്ടം. വിതുരന്റെ ഗൃഹത്തില് ഭഗവാൻ എത്ര ദിവസമാണ് വന്നു കൂടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നിശ്ചയില്ല. അങ്ങനെ ഭഗവാന്റെ നിത്യ സാന്നിധ്യം പലപ്പോഴും ഉണ്ടായിട്ടുള്ള, അങ്ങനെ നിത്യ സാന്നിധ്യം കൊണ്ട് ഭഗവാൻ പരമപവിത്രമാക്കി തീർത്തിട്ടുള്ള വിതുരന്റെ ആ ഗൃഹത്തില് വിതുരൻ ഉപാസിച്ച് ജീവിതം കഴിച്ചു കൂട്ടാതെ ആ ഗൃഹം പോലും വിതുരൻ ഉപേക്ഷിച്ച് തീർത്ഥയാത്രയ്ക്ക് പോയത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചപ്പോ അതിന് വിസ്തരിച്ച് മറുപടിയായിട്ടാണ് ശുകബ്രഹ്മർഷി വിതുരന്റെ തീർത്ഥയാത്രയെ കുറിച്ചും പിന്നെ മൈത്രേയ മഹർഷിയിൽ എത്തിയതും മൈത്രേയ മഹർഷിയിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചതായിട്ടുള്ള രംഗങ്ങളാണ് അടുത്ത 2 സ്കന്ധങ്ങളിലുമായിട്ട് കൂടി പറയണത്. അപ്പൊ വിതുരൻ പോവാൻ എന്താ കാരണം ഉണ്ടായി എന്ന ചോദ്യത്തിന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. കുട്ടിക്കാലത്ത് പാണ്ഡവന്മാരെ അരക്കിലത്തിലിട്ട് കൊല്ലാൻ തുടങ്ങിയത് വിതുരന് വല്ലാത്ത സങ്കടം തോന്നി. എന്നിട്ട് വിതുരൻ തന്നെയാണ് അരക്കിലെത്തുന്ന ഒരു വഴി പ്രത്യേകം ആരും അറിയാണ്ട് ഉണ്ടാക്കിച്ച് അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി കൂടി ഒരുക്കിയത്. ദുര്യോധനാഗതികൾ അറിയാതെ. പ്രധാനമന്ത്രിയാണ് വിതുരൻ. അപ്പൊ ദുര്യോധനന്റെ ഈ ദുഷ്പ്രവൃത്തി അന്ന് വല്ലാത്ത സങ്കടം തോന്നിച്ചിട്ടുണ്ട്. പിന്നെ അനവധി എണ്ണം അതില് പിന്നെ ചൂതുകളിയാണ്. ചക്രവർത്തി പദത്തിലെത്തിയിട്ടുള്ള ധർമ്മോത്തരനെ വന്ന് അപമാനിക്കാൻ വേണ്ടി കള്ളച്ചൂത് കളിച്ച് അപമാനിച്ച് പറഞ്ഞയച്ചത് അത് വല്ലാത്ത സങ്കടം തോന്നിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പാരമ്യത്തില് പാഞ്ചാലിയെ സദസ്സിൽ വെച്ചിട്ട് വസ്ത്രാക്ഷേപം ചെയ്തിട്ടുള്ള ആ രംഗം അത് വിതുരന്റെ ഹൃദയത്തെ പൊളിച്ചിട്ടുണ്ടാണ്. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ വയ്യ എന്ന് അന്നേ തോന്നിയിട്ടുണ്ട്. പക്ഷെ പിന്നെയും എന്തോന്നില്ലാതെ അവിടെ നിന്നു. അതിന്റെ അവസാനം എന്ന് പറഞ്ഞ പോലെ ഭഗവാൻ വന്നിട്ട് രാജ്യം തിരിച്ചു കൊടുക്കണം വ്യവസ്ഥ അനുസരിച്ച് എന്ന് പറഞ്ഞ് ദിവ്യരൂപം കാണിച്ചിട്ട് പോലും അത് സമ്മതിക്കാതിരുന്നപ്പോ ഏതാണ്ട് ഉറപ്പിച്ചു. പിന്നെ തിരിച്ചു കൊടുക്കില്ല എന്ന് ദുര്യോധന ഉറപ്പിച്ചപ്പോ വിതുരനും ഉറപ്പിച്ചു, നഞ്ഞി ഇവിടുന്ന് ഞാൻ ഇവിടെ ഇല്ല. അതിനൊരു കാരണം ഉണ്ടായി. ഒരു ദിവസം അങ്ങക്ക് ഹസ്തിനപുരത്തെ രക്ഷിക്കണോ എങ്കിൽ ഒരേ ഒരു ഉപായേ ഉള്ളൂ എന്ന് അന്ധനായിട്ടുള്ള ധൃതരാഷ്ട്രോട് പറയുക. അങ്ങയുടെ മൂത്ത പുത്രനായിട്ടുള്ള ദുര്യോധനെ നാട് കടത്തണം, അയാളെങ്കിലും ഉപേക്ഷിച്ചാൽ മതി. എന്നാൽ ബാക്കി 98 പുത്രന്മാരും അവരെയായിട്ട് അന്ന് സുഖമായിട്ട് ജീവിക്കാം, ഈ ഹസ്തിനപുരത്തിന് ശ്രേയസ്സേ വരുള്ളൂ എന്ന് പറയണത് കേട്ടുകൊണ്ട് ദുര്യോധനോട് വന്നതും അധിക്ഷേപിച്ച് സംസാരിച്ചപ്പോ തന്നെ രാജിക്കത്ത് എഴുതി കൊടുത്തു പോയി എന്ന് പറഞ്ഞാൽ ആ ദണ്ട്, പ്രധാനമന്ത്രിയുടെ ദണ്ട് രാജാവിന്റെ കാൽക്കൽ വെച്ചിട്ട് അന്ന് തുടങ്ങിയ തീർത്ഥയാത്രയാണ്. അങ്ങനെ ആ തീർത്ഥയാത്ര പല ദിക്കിലും കിടന്ന് അവസാനം എന്താ യമുനാ നദീ തീരത്ത് കൂടെ അങ്ങനെ പോകുമ്പോഴാണ് ഉദ്ധവനെ കണ്ടുമുട്ടുന്നത് എന്ന് പറഞ്ഞ വരെയാണ് അടുത്ത അധ്യായത്തിൽ പറഞ്ഞത്.